where dreams are bought and sold. Happy bastard shines like gold. ശരി, നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാമോ, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു ടൈം കൺസ്ട്രെയിന്റ് അല്ലെങ്കിൽ സമയപരിധി തന്ത്രം ഉപയോഗിച്ച് വെറും 48 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അതെ, വെറും 48 മണിക്കൂർ. ഇതൊരു വെറും വാക്കൊന്നും അല്ല കേട്ടോ. ഇതിന് പിന്നിൽ കൃത്യമായ ഒരു സയൻസ് തന്നെയുണ്ട്. നമുക്ക് കൂടുതൽ സമയം കിട്ടുമ്പോൾ നമ്മൾ എന്തിനാവും കാര്യങ്ങൾ ഇങ്ങനെ മാറ്റിവെക്കുന്നത്? ഇതൊരു വല്ലാത്ത വിരോധാഭാസമാണല്ലേ? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ കല്യാണത്തിന് വെറും 48 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ അതുവരെ നമ്മൾ മാറ്റിവെച്ച ഷോപ്പിംഗും പാക്കിങ്ങും ഒക്കെ എത്ര പെട്ടെന്നാണ് ചെയ്തു തീർക്കുന്നത്. അതുപോലെ പരീക്ഷയുടെ തലേ ദിവസം രാത്രി മുഴുവൻ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ചിന്തിച്ചു നോക്കൂ. സമയമുള്ളപ്പോൾ പഠിക്കാത്തവർ പോലും തലേ ദിവസം മികച്ച രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? ഇതൊന്ന് മനസ്സിലാക്കാൻ 1999 നടന്ന വളരെ പ്രശസ്തമായൊരു വർക്ക് പ്ലേസ് പരീക്ഷണത്തെക്കുറിച്ച് ഞാൻ പറയാം. ജാപ്പനീസ് വ്യവസായിയായ മസാവോ കവാസാക്കി 50 ജീവനക്കാരെ 2 ഗ്രൂപ്പുകളായി തിരിച്ചു. ഒരു പ്രത്യേക ജോലി തീർക്കാൻ ഗ്രൂപ്പ് എയ്ക്ക് അദ്ദേഹം ഒരാഴ്ചത്തെ സമയം നൽകി. എന്നാൽ ഗ്രൂപ്പ് ബിക്കോ വെറും 48 മണിക്കൂർ. ഇതിൽ ഏത് ഗ്രൂപ്പായിരിക്കും കൃത്യമായി ലക്ഷ്യത്തിലെത്തിയതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. 90%, അതെ, വെറും 48 മണിക്കൂർ മാത്രം കിട്ടിയ ഗ്രൂപ്പിലെ 90% ആളുകളും അവരുടെ ടാർഗറ്റ് കൃത്യമായി പൂർത്തിയാക്കി വിജയക്കൊടി പാറിച്ചു. എന്നാൽ ഒരാഴ്ച മുഴുവൻ സമയം ലഭിച്ച ഗ്രൂപ്പിലോ വെറും 50% പേർ മാത്രമാണ് ആ ലക്ഷ്യത്തിലെത്തിയത്. അപ്പോൾ കൂടുതൽ സമയം കിട്ടിയവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇവിടെയാണ് പാർക്കിൻസൺസ് നിയമം വരുന്നത്. അതായത്, നമ്മളൊരു ജോലി ചെയ്യാൻ എത്ര സമയം കൊടുക്കുന്നുവോ അതിനനുസരിച്ച് ആ ജോലി വലിച്ചു നീട്ടപ്പെടും. നമ്മുടെ ബ്രെയിനിന്റെ ഈ ഡെഡ്ലൈൻ ഇഫക്റ്റ് ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്. സമയം പരിമിതമാണെന്ന് തോന്നുമ്പോൾ നമ്മുടെ തലച്ചോർ പെട്ടെന്ന് ഒരു സർവൈവൽ മോഡിലേക്ക് മാറും. ആ അവസ്ഥയിൽ അനാവശ്യ ചിന്തകളെല്ലാം ഒഴിവാക്കപ്പെടുകയും നമ്മുടെ ചിന്തകൾ 10 മടങ്ങ് ഷാർപ്പാവുകയും ചെയ്യും. ഇതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു പ്രോജക്റ്റ് തീർക്കാൻ നിങ്ങൾക്ക് 1 മാസം കിട്ടിയാൽ സ്വാഭാവികമായും ആദ്യത്തെ 25 ദിവസം നമ്മൾ വെറുതെ റിലാക്സ് ചെയ്യും, അല്ലേ? എന്നിട്ട് അവസാനത്തെ 5 ദിവസം ഭയങ്കര ഓട്ടപ്പാച്ചിലായിരിക്കും. എന്നാൽ കൃത്രിമമായി ഒരു 48 മണിക്കൂർ സമയപരിധി വെച്ചാൽ അനാവശ്യമായ ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഇല്ലാതാവുകയും നമ്മുടെ തലച്ചോറിന്റെ മുഴുവൻ പവറും ഉടനടി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. ആഴ്ചകളോളം വെറുതെ കളയുന്നത് നമുക്ക് ഒഴിവാക്കാം. ഇതിന്റെ ന്യൂറോ സയൻസ് എന്താണെന്ന് നോക്കാം. സമയം വളരെ കുറവാണെന്ന് ബോധ്യം വരുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതോടെ ബ്രെയിൻ ഒരു പീക്ക് പെർഫോമൻസ് ഫ്ലോ സ്റ്റേറ്റിലേക്ക് മാറുന്നു. ആ സമയത്ത് ചുറ്റുമുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം തനിയെ അപ്രത്യക്ഷമാകും, ശരിക്കും ഒരു മാജിക് പോലെ. ഇനി ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം. ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായിരിക്കണം, അതായത് സ്മാർട്ടായിരിക്കണം. എനിക്ക് ജീവിതം മെച്ചപ്പെടുത്തണം എന്ന് വെറുതെ പറയുന്നതിനു പകരം ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 30 മിനിറ്റ് വ്യായാമം ചെയ്യും എന്ന് കൃത്യമായ ലക്ഷ്യം വയ്ക്കുക. ഈ ഒരു വ്യത്യാസമാണ് പ്രധാനം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ 48 മണിക്കൂറിനെ എങ്ങനെ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ 12 മണിക്കൂർ റിസർച്ച്, അടുത്ത 12 മണിക്കൂർ പ്ലാനിംഗ്, മൂന്നാമത്തെ 12 മണിക്കൂർ ആക്ഷൻ അഥവാ പ്രവർത്തിക്കാൻ, അവസാനത്തെ 12 മണിക്കൂർ വിലയിരുത്താൻ. പക്ഷെ വലിയൊരു മുന്നറിയിപ്പ് നൽകട്ടെ, ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. 1-2 ടാർഗറ്റുകൾ മാത്രം മതി. അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്ത് അനാലിസിസ് പാരാലിസിസ് എന്ന അവസ്ഥ വന്ന് സമയം വെറുതെ പോകും. ഇതൊന്ന് കേട്ടു നോക്കൂ. മാറാൻ വേണ്ടത് സമയമല്ല, തീരുമാനമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണിത്. കാരണം യഥാർത്ഥ മാറ്റം വരുന്നത് കേവലം ടൈം മാനേജ്മെന്റിൽ നിന്നല്ല, മറിച്ച് ഉറച്ചതും പെട്ടെന്നുള്ളതുമായ ഒരു തീരുമാനത്തിൽ നിന്നാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് മാറേണ്ടത് ഇവിടെയാണ്. ഇനി മറ്റൊരു രസകരമായ കാര്യം നോക്കാം. ഇതിനെ ഐഡന്റിറ്റി ഷിഫ്റ്റ് മെത്തേഡ് എന്ന് വിളിക്കാം. എനിക്ക് പുകവലി നിർത്തണം എന്ന് പറയുന്ന ഒരാളും ഞാൻ പുകവലിക്കാത്ത ഒരാളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളായി മാറിയെന്ന് ആദ്യം വിശ്വസിക്കുമ്പോൾ അത് നിങ്ങളുടെ തലച്ചോറിലെ ന്യൂറൽ പാതകളെ തന്നെ മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. ഇത് സംഭവിക്കുന്നത് ന്യൂറോ അസോസിയേഷൻ വഴിയാണ്. നമ്മുടെ തലച്ചോറ് എപ്പോഴും സന്തോഷം തരുന്ന കാര്യങ്ങൾ ആവർത്തിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ സന്തോഷവുമായും ചീത്ത ശീലങ്ങളെ വേദനയുമായും ബന്ധിപ്പിക്കുക. ഇതിനൊപ്പം ബോഡി ലാംഗ്വേജിനും വലിയ പങ്കുണ്ട്. വെറും 2 മിനിറ്റ് നേരം ഒരു സൂപ്പർ ഹീറോയെപ്പോലെ നെഞ്ചുവിരിച്ച് തലയുയർത്തി നിന്നാൽ അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യുമെന്ന് സയൻസ് തെളിയിച്ചിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. ഇതെല്ലാം കൂടിച്ചേർന്ന് എങ്ങനെയാണ് ഒരു ഹാബിറ്റ് ലൂപ്പ് അഥവാ ശീലങ്ങളുടെ ചക്രമുണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ട്രിഗർ, റുട്ടീൻ, റിവാർഡ്. നമ്മൾ സ്വയം അറിയാതെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിയന്ത്രിക്കുന്നത് ഈ 3 ഘട്ടങ്ങളാണ്. ഇത് മനസ്സിലാക്കുന്നത് നമ്മുടെ ശീലങ്ങളെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സഹായിക്കും.
ഈ ലൂപ്പിനെ നമുക്ക് അനുകൂലമായി മാറ്റാൻ ചില പ്രായോഗിക വഴികളുണ്ട്. ജിമ്മിൽ പോകാൻ മടിയാണെങ്കിൽ വെറും 2 മിനിറ്റ് വാമപ്പ് മാത്രം ചെയ്യുക. പിന്നെ ഹാബിറ്റ് സ്റ്റാക്കിംഗ്, അതായത് പല്ല് തേച്ചതിന് ശേഷം 10 മിനിറ്റ് ധ്യാനിക്കുക എന്ന് നിലവിലെ ശീലത്തിനൊപ്പം പുതിയൊരെണ്ണം ചേർക്കാം. മൂന്നാമതായി നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറ്റുക, അതായത് പഠിക്കാൻ പുസ്തകങ്ങൾ അലമാരയിൽ വെക്കാതെ മേശപ്പുറത്ത് തന്നെ എടുത്തു വെക്കുക. വളരെ ലളിതമാണല്ലേ? ഇവിടെ ഞാൻ നിങ്ങളെ ഒന്ന് ചാലഞ്ച് ചെയ്യാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ തടസ്സം എന്താണ്? മടിയാണോ, പേടിയാണോ, അതോ ഓവർ തിങ്കിങ് ആണോ? അതെന്തായാലും അത് മനസ്സിൽ മാത്രം വെക്കാതെ ഇപ്പോൾ തന്നെ അവിടെ നിന്നും പുറത്തെടുത്ത് ഒരു പേപ്പറിൽ എഴുതുക. നമ്മുടെ ബലഹീനതകളെ നേരിടാനുള്ള ആദ്യ പടി അത് അംഗീകരിക്കുക എന്നതാണ്. ഇങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ ഒരു 48 മണിക്കൂർ ചാലഞ്ചിലൂടെ ഇതിനെ എങ്ങനെ നേരിടാമെന്ന് നോക്കാം. ഒറ്റയടിക്ക് എല്ലാം മാറ്റാൻ നോക്കണ്ട. ചെറിയ വിജയങ്ങളിലൂടെ, അതായത് ഈ മൈക്രോ വിൻസിലൂടെ നിങ്ങളുടെ സിസ്റ്റത്തെ ശരിക്കും ഒന്ന് ഞെട്ടിക്കുക. നിങ്ങൾക്ക് മടിയാണെങ്കിൽ വെറും 5 മിനിറ്റ് മാത്രം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. സംസാരിക്കാൻ ഭയമാണെങ്കിൽ വെറും 10 സെക്കൻഡ് ഒരാളോട് സംസാരിക്കുക. ഈ ചെറിയ വിജയങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കും. അപ്പോൾ അടിസ്ഥാനപരമായ കാര്യം ഇതാണ്: നമ്മുടെ ജീവിതം നമ്മുടെ ശീലങ്ങളുടെ ഫലമാണ്. ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. വലിയ നേട്ടങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലുമില്ല എന്നൊരു മൈൻഡ് സെറ്റ് കൂടിയേ തീരും. നാളെ ചെയ്യാം എന്ന ചിന്ത വലിയൊരു കെണിയാണ്. അത് ഇന്നോടെ തന്നെ അവസാനിപ്പിക്കുക. നമുക്കിതൊന്ന് അവസാനിപ്പിക്കാം. അതിനു മുൻപ് വളരെ ശക്തമായൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് യാതൊരുവിധ ഒഴിവുകഴിവുകളും പറയാൻ കഴിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? ഈയൊരു ചോദ്യം നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കട്ടെ. സ്വന്തമായി ഒഴിവുകഴിവുകൾ ഇല്ല എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ലോകം ശരിക്കും മാറാൻ തുടങ്ങും. വെറും 48 മണിക്കൂർ അത്രേ വേണ്ടൂ നിങ്ങളുടെ ജീവിതം മാറാൻ. എങ്കിൽ തുടങ്ങുകയല്ലേ? Where dreams are bought and sold, happy bastard shines like gold.